വർഷം 2003. സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല കാണാനെത്തിയതായിരുന്നു മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥി അനന്യ ഭട്ട്. സുഹൃത്തുക്കളുടെ വിശേഷങ്ങളിലൂടെ മാത്രം കേട്ടറിഞ്ഞിരുന്ന ധർമ്മസ്ഥലയെക്കുറിച്ച് ഏറെ ആകാംക്ഷയിലായിരുന്നു അനന്യ. എന്നാൽ ആ ആകാംക്ഷ അവസാനിച്ചത് ധർമ്മസ്ഥലയിലെ നിഗൂഢതയിലേക്കായിരുന്നു. സുഹൃത്തുക്കളുടെ കൂടെ ഒരു വൈകുന്നേരമാണ് ക്ഷേത്ര പരിസരത്ത് അവൾ എത്തുന്നത്. മറ്റുള്ളവരെല്ലാം വസ്ത്രമെടുക്കാനായി അവരവരുടെ വീടുകളിലേക്ക് പോയി. ക്ഷേത്രഭംഗിയിൽ മുഴുകിയിരുന്ന അനന്യ താനിപ്പോൾ വരുന്നില്ലെന്നും കുറച്ചുകൂടെ കഴിയട്ടെ എന്നും പറയുന്നു. എന്നാൽ ഒരു നിമിഷം പോലും ആ കൂട്ടുകാരികൾ അനന്യയ്ക്ക് ഇത്രയും വലിയൊരാപത്ത് വരുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. വീട്ടിൽ നിന്നും വസ്ത്രങ്ങളും എടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവിടെ എവിടെയും അനന്യ ഉണ്ടായിരുന്നില്ല. ഗ്രാമം മുഴുവൻ തിരഞ്ഞു, എന്നാൽ ഒരു വിവരവും ലഭിച്ചില്ല. കൊൽക്കത്തയിൽ CBI സ്റ്റെനോഗ്രാഫറായിരുന്ന അന്നയുടെ അമ്മ സുജാത ഭട്ട് വിവരമറിഞ്ഞ് എത്തുമ്പോഴേക്കും പിറ്റേ ദിവസമായിരുന്നു. ആദ്യം അവരെത്തിയത് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലായിരുന്നു, പിന്നീട് ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ മുൻപിൽ. രണ്ടിടങ്ങളിൽ നിന്നും കേട്ടത് ഒരേ കാര്യങ്ങൾ: ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, പലരെയും കാണാതാവും, ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. കൂടാതെ ബെൽത്തങ്ങാടി പോലീസ് ഒന്നുകൂടി കൂട്ടിച്ചേർത്തു: നിങ്ങളുടെ മകൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയിട്ടുണ്ടാവും. ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലും ഒറ്റയ്ക്ക് മകൾക്കായി തേടുകയായിരുന്നു ആ അമ്മ. ആ തിരച്ചിലിനിടയിൽ സുജാത ഭട്ടും ധർമ്മസ്ഥലയിലെ ചെന്നായ്ക്കളുടെ മടയിൽപ്പെട്ടു. മകളെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കുറച്ചുപേർ അവരെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ക്രൂരമർദ്ദനം, മാസങ്ങളോളം ആശുപത്രിയിൽ. അന്ന് നാട്ടിലേക്ക് പോയ സുജാത ഭട്ട് 22 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തിരികെ എത്തി. നീതി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ ഇന്ന് ആ അമ്മയ്ക്ക് ഒരു അപേക്ഷ മാത്രമേ ബാക്കിയുള്ളൂ: തൻ്റെ മകളുടെ അസ്ഥിയെങ്കിലും കണ്ടെത്തി തരണം, അവളുടെ കർമ്മം നടത്താനെങ്കിലും. ഈ ജീവിതത്തിൽ എനിക്കിനി മറ്റൊന്നും ബാക്കിയില്ല.